നമസ്കാരം. NCV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാൻ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച MDMAയുമായി 2 പേർ പിടിയിൽ. ചോക്കാട് പരുത്തിപ്പുറ സ്വദേശികളായ പ്രതികളെ അറസ്റ്റ് ചെയ്തത് വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന്. വണ്ടൂർ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ഏർപ്പെടുത്തിയ ട്രാഫിക് ക്രമീകരണം ക്രെഡിറ്റ് നേടാൻ പ്രത്യേക സംഘടന ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി വ്യാപാരികൾ. പ്രവൃത്തി അപലപനീയമെന്നും KVVS വണ്ടൂർ യൂണിറ്റ് ഭാരവാഹികൾ. വണ്ടൂർ ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ മികവുത്സവം സംഘടിപ്പിച്ചു. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയത് അടിസ്ഥാന സാക്ഷരതാ പഠിതാക്കളുടെ മികവുത്സവം. ഉദ്ഘാടനം നിർവഹിച്ച് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അമൃത. വിജയത്തിളക്കം 2026 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവുമായി ചെമ്പൻകാട് സ്നേഹയാത്രാ കൂട്ടായ്മ. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് മന്ത്രി AP അനിൽകുമാർ. വിശദമായ വാർത്തകളിലേക്ക്. അർദ്ധരാത്രി MDMA പാക്കറ്റുകളിലാക്കുന്നതിനിടെ പ്രതികളെ കൈയോടെ പിടികൂടി പോലീസ്. 1000 രൂപയുടെ പാക്കറ്റുകളാക്കി വിൽപ്പന നടത്തുന്ന 2 അംഗ സംഘമാണ് പിടിയിലായത്. ചോക്കാട് പരുത്തിപ്പാറ സ്വദേശികളായ നീലാംബര റിയാസ്, സുഹൃത്തും അയൽവാസിയുമായ ഇല്ലിക്കൽ ഷിഹാദ് എന്നിവരെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ TM നിധീഷിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ ചോക്കാട് പരുത്തിപ്പറ്റയിലുള്ള റിയാസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ അറസ്റ്റിലായത്. MDMA ചെറിയ പാക്കറ്റുകളിലാക്കുന്ന സമയത്താണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. ഇവരിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 2.55 ഗ്രാം MDMAയും 8000 രൂപയും മയക്കുമരുന്ന് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിലെടുത്തു. 1000 രൂപയുടെ ചെറിയ പാക്കറ്റുകളിൽ ആക്കിയാണ് ഇവരുടെ വിൽപ്പന. മുൻപ് MDMA കേസുകളിൽ ഉൾപ്പെട്ട റിയാസിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. മലയോര മേഖലയിൽ രാസലഹരി വിതരണം ചെയ്യുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് ഇവർ. അന്വേഷണത്തിന് ASI മുഹമ്മദ് അസ്ലം, CPO ഷാജിർ, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, T നിബിൻ ദാസ്, ജിയോ ജേക്കബ്, സാബിർ അലി എന്നിവർ നേതൃത്വം നൽകി. വണ്ടൂർ ടൗണിലെ രൂക്ഷമായ ട്രാഫിക് ബ്ലോക്കിന് ശാശ്വത പരിഹാരം കാണാൻ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ട്രാഫിക് ക്രമീകരണങ്ങളുടെ ക്രെഡിറ്റ് തങ്ങളുടേതെന്ന് മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ ഒരു പ്രത്യേക സംഘടന ശ്രമിക്കുന്നതായി ആക്ഷേപം. ഇത് തികച്ചും അപലപനീയമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പറഞ്ഞു. വണ്ടൂർ ടൗണിന്റെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ജനങ്ങളും വ്യാപാരികളും നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിരന്തരമായി പഞ്ചായത്ത് അധികൃതർക്കും പോലീസ് സ്റ്റേഷനിലും PWD വിഭാഗത്തിലും പരാതികൾ നൽകിയിരുന്നു. അന്നത്തെ MLAയ്ക്കും നിലവിലെ മന്ത്രിക്കും ഉൾപ്പെടെ നിരവധി തവണ സംഘടന നേരിട്ട് പരാതി നൽകിയിട്ടുള്ളതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ട്രാഫിക് ബ്ലോക്കിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്കും പോലീസ് സ്റ്റേഷനിലും PWDയിലും അന്നത്തെ MLAയ്ക്കും നിലവിലെ മന്ത്രിക്കും പരാതി കൊടുക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KT ശംസുദ്ദീൻ്റെ അധ്യക്ഷതയിൽ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ 2 വ്യാപാര സംഘടനകളും ബസ് ഓണേഴ്സ് അസോസിയേഷനും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷനും ട്രോമ കെയർ അടക്കമുള്ള സംഘടനകളുടെ മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വണ്ടൂരിലെ നിലവിലെ ട്രാഫിക് സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ശംസുദ്ദീന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഓഫീസിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. ഈ മീറ്റിംഗിൽ വണ്ടൂരിലെ 2 പ്രധാന വ്യാപാര സംഘടനകൾ ബസ് ഓണേഴ്സ് അസോസിയേഷൻ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ, ട്രോമ കെയർ തുടങ്ങിയ വിവിധ ജനകീയ വ്യാപാര സംഘടനകൾ പങ്കെടുത്തു. എല്ലാവരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഉയർന്നു വന്ന പൊതുവായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വണ്ടൂർ ടൗണിൽ പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളതെന്നും എന്നാൽ ഈ കൂട്ടായ തീരുമാനത്തിൻ്റെ ഫലമായുണ്ടായ നേട്ടങ്ങളുടെ ഉത്തരവാദിത്വവും ക്രെഡിറ്റും തങ്ങളുടെ സംഘടനയുടെ മാത്രം ഇടപെടൽ കൊണ്ടുണ്ടായതാണെന്ന് അവകാശപ്പെട്ട് ഒരു വിഭാഗം രംഗത്തു വരുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒരു സംഘടന ഈ ട്രാഫിക് സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്വം
ഞങ്ങളുടെ സംഘടന ഇടപെട്ട് നേടിയെടുത്തതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. ഇത് തീർത്തും അപലപനീയമാണ്. കാരണം ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ രൂക്ഷമായ ഈ ഘട്ടത്തിൽ ഇതിൽ നിന്നും വണ്ടൂരിലെ വ്യാപാരികൾക്കും കാൽനടയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും മോചനം ഉണ്ടാകുന്നതിന് വേണ്ടി വണ്ടൂരുമായി പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ, അതിൽ വ്യാപാര സംഘടനകളുണ്ട്, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ട്, നിരവധി സംഘടനകൾ നിരവധി തവണ പരാതി കൊടുത്തതിൻ്റെ ഫലമായാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിന് മുന്നിട്ടിറങ്ങുകയും ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ഒരു മീറ്റിംഗ് വിളിച്ച് അതിലുരുത്തിരിഞ്ഞു വന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ട്രാഫിക് സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരു സംഘടന ശ്രമിക്കുകയുണ്ടായി എന്നത് തീർത്തും വളരെയധികം അപലപനീയമാണ് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വണ്ടൂരിലെ വ്യാപാരികൾക്കും കാൽനടയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഈ വലിയ നേട്ടത്തിനു പിന്നിൽ ഒട്ടനവധി സംഘടനകളുടെയും അധികൃതരുടെയും നിരന്തരമായ ശ്രമങ്ങളുണ്ടെന്നിരിക്കെ ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി യൂസഫ് തന്നാടൻ, ട്രഷറർ മുജീബ് അലിസർ എന്നിവർ പറഞ്ഞു. മലപ്പുറം ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ 4ാം തരം തുല്യത, 7ാം തരം തുല്യത, അടിസ്ഥാന സാക്ഷരതാ പഠിതാക്കളുടെ മികവുത്സവം എന്നിവ സംഘടിപ്പിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിഥി തൊഴിലാളികൾക്ക് മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് എൻ്റെ സ്വന്തം പഞ്ചായത്തിലാണ്, പോരൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ആ പരിപാടിയിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. ആ പരിപാടി വളരെയധികം നല്ല വിധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ തന്നെ നമ്മളെ സ്കൂളിൽ വന്നിട്ട് പഠിക്കുന്ന 1-2 കുട്ടികളെ അവിടെ വെച്ച് നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഞാൻ എപ്പോഴും പറയും, നമ്മളെ മലയാളത്തിൽ നമ്മളെ നാട്ടിലുള്ള കുട്ടികൾ എഴുതുന്നതിനേക്കാൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ മലയാളത്തിനെ സ്നേഹിക്കുന്നുണ്ട്. അവർ കഥകളും കവിതകളും ഒക്കെ എഴുതണ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടീനെ, ഷാഹിന ഖാത്തൂൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടീനെ. ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ PV ശാസ്ത പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഡോക്ടർ AP അഹമ്മദുൽ കബീർ മുഖ്യാതിഥിയായി. ആശ്രയ സ്പെഷ്യൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് T വിജയഭാരതി, ആശ്രയ സെക്രട്ടറി E അബ്ബാസ്, അധ്യാപകരായ റിയ T, ജോയി, O സീനത്ത്, M ദിവ്യ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് സാക്ഷരതാ കോർഡിനേറ്റർ E സന്തോഷ് കുമാർ, ഓഫീസ് സ്റ്റാഫ് M മൊയ്തീൻകുട്ടി, പ്രേരക് സജിത എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ പഠിതാക്കളുടെ വിവിധ മികവുകൾ അവതരിപ്പിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്തു. പരിസ്ഥിതി പഠന പരിപാടിയോടനുബന്ധിച്ച് വോയിസ്ക ഇന്റർനാഷണൽ വണ്ടൂർ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് നടത്തി. അമ്പലപ്പടി നാദവ് റിസോർട്ട് ആൻഡ് ഇവന്റിലാണ് ക്യാമ്പ് നടത്തിയത്. ചാപ്റ്റർ പ്രസിഡന്റ് E കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. PP നരേന്ദ്രൻ, സത്യകുമാർ തടത്തിൽ, P ഉണ്ണികൃഷ്ണൻ, നൌഷാദ് പുളിക്കൽ, K മുഹമ്മദ് ബഷീർ, ഷെരീഫ് തുറക്കൽ എന്നിവർ ക്ലാസുകളെടുത്തു. M മുഹമ്മദ് കോയ, AB ബിനോയ്, CV മനോജ് കുമാർ, UV മോഹനൻ, N രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവുമായി ചെമ്പൻകാട് സ്നേഹയാത്രാ കൂട്ടായ്മ വിജയതിലകം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ നഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നു. വൈകിയൊന്നും സംസാരിക്കുന്ന വിജയത്തിലക്കം 2026 വിജയിച്ച എല്ലാവരും, എല്ലാ കുട്ടികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. P രജീഷ് അധ്യക്ഷനായി. സുഷമ, ഫിർദൌസ് ഖാൻ, യൂനിസ്, ഷഹബാൻ മമ്പാട്, VP ഫിയാസ്, സലീം പനനിലത്ത്, സിദ്ദിഖ് കാമ്പ്രത്ത്, ഡോക്ടർ T മുഷ്രിഫ, കുപ്പനത്ത് ഷൗക്കത്ത് എന്നിവർ സംസാരിച്ചു. നിസാർ ബീഗം സ്വാഗതവും MP നിഷാദ് അലി നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി.
നിലമ്പൂർ നടുവിലക്കളം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകം 1 മുതൽ 31 വരെ എല്ലാ ദിവസവും രാമായണ പാരായണം ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 7 മണി മുതൽ പന്നിക്കോട് ഗോവിന്ദൻകുട്ടി നായരുടെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുക എന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കർക്കിടക മാസം 3-ാം തീയതി ഞായറാഴ്ച ഏകദിന രാമായണ പാരായണ യജ്ഞം, 30 ഞായർ ഷഷ്ടിപൂജ എന്നിവ അന്നദാനത്തോടുകൂടി നടത്തുന്നതാണ്. കർക്കടകം 5-6 തീയതികളിൽ ബ്രഹ്മശ്രീ കിഴക്കുംപാട്ടില്ലത്ത് വാസ്തവൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തന്ത്രിപൂജ, ക്ഷേത്രത്തിലെ ശുദ്ധിക്രിയകൾ, നമസ്കാര മണ്ഡപ സമർപ്പണം എന്നിവ നടക്കും. കൂടാതെ കർക്കടകം 1 മുതൽ 12 വരെ രാവിലെ 7 മണിക്ക് ശേഷം കർക്കടക കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. സമാപന ദിവസമായ കർക്കടകം 6-ന് ബുധനാഴ്ച അന്നദാനമുണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര പരിപാലന സമിതി പ്രസിഡന്റ് പി ശിവശങ്കരൻ, സെക്രട്ടറി VM സുരേഷ് ബാബു, വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു, ജോയിന്റ് സെക്രട്ടറി N ഗോവിന്ദൻകുട്ടി, ട്രഷറർ P പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു. മേലേതിൽ കുടുംബസമിതി റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള 3ാമത് ഫുട്ബോൾ ടൂർണമെന്റ് നിലമ്പൂർ മീഡിയ സ്പോർട്ട് ടർഫിൽ നടന്നു. പ്രസിഡന്റ് നാസർ മേലേതിൽ ഉദ്ഘാടനം ചെയ്തു. കോടാനുകോടി ജനങ്ങളുടെ എന്താണ് പറയുക, ഒരു ഹൃദയസ്പന്ദനം, അത് വിവിധ രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും മതങ്ങളെയും ഒക്കെ ഒന്നിപ്പിക്കാനുള്ള ഒരു കളിയാണ്. വൈകിട്ട് 6 മണിയോടെ ആരംഭിച്ച ടൂർണമെന്റ് 11 മണിയോടെയാണ് അവസാനിച്ചത്. ഫൈനൽ മത്സരത്തിൽ മേലേതിൽ FC 5-1 മേലേതിൽ റൈഡേഴ്സിനെ പരാജയപ്പെടുത്തി ജേതാക്കളായി. മേലേതിൽ റൈഡേഴ്സ് 2ാം സ്ഥാനവും മേലേതിൽ സ്റ്റാർസ് FC 3ാം സ്ഥാനവും നേടി. മേലേതിൽ FCയുടെ സ്റ്റാർ സ്ട്രൈക്കർ ഹാരിസ് 6 ഗോളുകൾ നേടി ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായി. മികച്ച ഗോൾ കീപ്പറായി മേലേതിൽ ടൈഗേഴ്സിലെ ഹാഫിസ് തിരഞ്ഞെടുക്കപ്പെട്ടു. സലാം, അബ്ദുറഹ്മാൻ, ഷിഹാബ്, നാസർ, നഫീസ തുടങ്ങിയവർ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. കോർഡിനേറ്റർ നദീം, റഷീദ് മേലേതിൽ, ഷാജു മേലേതിൽ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഷിഹാബ് സ്വാഗതവും ട്രഷറർ ബാബു തിരുവാലി നന്ദിയും പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 150ഓളം പേർ മത്സരം വീക്ഷിക്കാനെത്തിയിരുന്നു. മത്സരം വീക്ഷിക്കാനെത്തിയവർക്കും കളിക്കാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഭക്ഷണവും വെള്ളവും എല്ലാം സംഘാടക സമിതി ഒരുക്കിയിരുന്നു. 25 വർഷത്തോളമായി നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന മേലേതിൽ കുടുംബസമിതി എന്ന കുടുംബ കൂട്ടായ്മ ഒട്ടേറെ സാമൂഹിക പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. 2 വർഷം കൂടുമ്പോൾ കുടുംബസംഗമവും നടത്താറുണ്ട്. ടൂർണമെന്റ് വമ്പിച്ച വിജയമായിരുന്നുവെന്നും ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇടവേള വീണ്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ തൂഫാൻ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച MDMA-യുമായി 2 പേർ പിടിയിൽ. ചോക്കാട് പരുത്തിപ്പുറ സ്വദേശികളായ പ്രതികളെ അറസ്റ്റ് ചെയ്തത് വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന്. വണ്ടൂർ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ഏർപ്പെടുത്തിയ ട്രാഫിക് ക്രമീകരണം ക്രെഡിറ്റ് നേടാൻ പ്രത്യേക സംഘടന ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി വ്യാപാരികൾ. പ്രവൃത്തി അപലപനീയമെന്നും KVVS വണ്ടൂർ യൂണിറ്റ് ഭാരവാഹികൾ. വണ്ടൂർ ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ മികവുത്സവം സംഘടിപ്പിച്ചു. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയത് അടിസ്ഥാന സാക്ഷരതാ പഠിതാക്കളുടെ മികവുത്സവം. ഉദ്ഘാടനം നിർവഹിച്ച് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത. വിജയത്തിളക്കം 2026 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവുമായി ചെമ്പൻകാട് സ്നേഹയാത്രാ കൂട്ടായ്മ. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് മന്ത്രി AP അനിൽകുമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.